സർ, BJP ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് വരാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില സ്ഥാനാർത്ഥികളെ അവർ തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കും. അവരുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക എന്നുള്ളതല്ല, ചില എതിർ സ്ഥാനാർത്ഥികളെ എന്തു വില കൊടുത്തും അവർ കേരള നിയമസഭ കാണില്ല എന്നാണ് ഈ BJPയുടെ തീരുമാനം എന്ന് മാധ്യമങ്ങൾ, കേരളത്തിലെ പ്രമുഖ ചാനലുകൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് സാർ, ഇങ്ങനൊരു ഹിറ്റ് ലിസ്റ്റ് BJPക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് തയ്യാറാക്കാനുള്ള കാരണം എന്താണ്? ഏതൊക്കെ പാർട്ടികളിലെ ആരെയൊക്കെയാണ് തോൽപ്പിക്കാൻ BJP ഉദ്ദേശിക്കുന്നത്? അത് RSSന്റെ മനസ്സിലിരിപ്പ് കൂടിയാണിത്. RSSന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതായത് രണ്ട് പ്രതിപക്ഷ കക്ഷികൾക്കും, അതായത് പ്രതിപക്ഷ കക്ഷികൾ എന്ന് പറഞ്ഞാൽ NDA സംബന്ധിച്ചിടത്തോളം അതെ എതിർ കക്ഷികളാണ്. അത് LDFും UDFും CPM-ഉം കോൺഗ്രസും എന്ന് എടുത്തു പറയാം. ഇതിൽ നമുക്ക് ഒന്നാം പ്രതി അങ്ങനെ തന്നെ പറയാം അല്ലേ, K മുരളീധരനാണ്. K മുരളീധരൻ BJPയുടെ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാമൻ K മുരളീധരനാണ്. കാരണം 2016 കിട്ടിയ കൈനീട്ടം 2021 മുരളീധരൻ ഇവിടെ വന്ന്, വടകരയിൽ നിന്ന് ഇവിടെ വന്ന് തോൽപ്പിച്ചു. കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചു, അക്കൗണ്ട് കൂട്ടിച്ചു. അതായിരുന്നു അവരുടെ വലിയ ആഘോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് മുരളീധരന് എവിടെ പോയി നിന്നാലും അവിടെ BJP ചെയ്യാൻ പോകുന്നത് ഈ ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളതാണ്. ശക്തരായ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ അതവിടെ മത്സരം കടുക്കും. മറിച്ച് മുരളീധരനെ ഏകപക്ഷീയമായിട്ട് തോൽപ്പിക്കാൻ മുരളീധരന്റെ എതിർ സ്ഥാനാർത്ഥിക്ക്, LDFിലെ സ്ഥാനാർത്ഥിക്ക് ഗുണമുണ്ടാകുന്ന വിധത്തിൽ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തും എന്നാണ്. സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായ ഒരു അപക്വമായ തീരുമാനമായിരിക്കും. ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരും. നിലമ്പൂരിൽ നിർത്തുന്നില്ല എന്ന് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അത് വലിയ ചർച്ചാ വിഷയമായ തിരിച്ചടിയാണ് ആ കാര്യത്തിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മുരളീധരന്റെ കാര്യത്തിൽ വേറൊരു തീരുമാനം കൂടി ഉണ്ടാകാം. മുരളീധരൻ ഈ വട്ടിയൂർക്കാവിൽ വന്ന് മത്സരിക്കുകയാണെങ്കിൽ പത്മജയെ ഇവിടെ നിർത്തും എന്നാണ് അറിയുന്നത് BJP. ആങ്ങളെയും പെങ്ങളും അപ്പൊ മത്സര സ്വഭാവം മാറും എന്നാണ് അറിയുന്നത്. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ കൂത്തുപറമ്പിൽ വരുന്നുണ്ട്. അത് അറിയാമല്ലോ, സദാനന്ദൻ മാസ്റ്ററോട് കാണിച്ചിട്ടുള്ള ക്രൂരതയ്ക്ക് എതിരായിട്ടുള്ള ഒരു പകരം വീട്ടലിന് വേണ്ടിയിട്ടാണ് കൂത്തുപറമ്പ് അവര് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു വലിയ ചരിത്രമാണ് കൂത്തുപറമ്പിലെ. പിന്നീട് വരുന്നത് ഏറ്റവും പ്രധാനമായ ഈ K മുരളീധരൻ ഒന്നാമനാണെങ്കിൽ ലിസ്റ്റിലെ രണ്ടാമൻ ആരാണ്? രണ്ടാമന് പിണറായി വിജയൻ പറയുന്നുണ്ട്, അതായത് ധർമ്മടം. അത് അത്ര ശരിയാകുമെന്ന് തോന്നുന്നില്ല. ധർമ്മടത്ത് കഴിഞ്ഞ തവണ 2021 CKP ആയിരുന്നു, CK പത്മനാഭന് കണ്ണൂർ കൊണ്ടുവന്ന് നിർത്താനാണ് ഇപ്പോൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു ആദ്യ സാധ്യതാ പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ധർമ്മടത്ത്, പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും BJPക്ക് ഒരു കടന്നുകയറ്റം ഉണ്ടായി. അത് CPM നന്നായിട്ട് കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി ഒരു പകരം വീട്ടിൽ നടത്താനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ അതിന്റെ കാര്യത്തിൽ നമുക്കൊരു അത്ര അങ്ങോട്ട് അത് യുക്തിസഹമല്ല അല്ല എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് വരുന്നത് ബേപ്പൂര് വരുന്നുണ്ട്. ബേപ്പൂരിലെ ബേപ്പൂരിൻ്റെതിന് മുമ്പേ എനിക്കൊരു സംശയമുള്ളത്, ഈ മുരളീധരൻ കഴിഞ്ഞാൽ പിന്നെ BJP പ്രധാന ശത്രുവായിട്ട് കാണുന്നത് നമ്മുടെ BJP വിട്ടുപോയ സന്ദീപ് വാര്യരെ. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്താണ്? സന്ദീപ് വാര്യരുടെ എവിടെ മത്സരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടില്ല. ഒരുപക്ഷെ തൃശ്ശൂരിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ സുരേന്ദ്രനെ വെല്ലുവിളിക്കുകയുണ്ടായി. തൃശ്ശൂരിൽ വന്ന് മത്സരിക്കാൻ തയ്യാറാണോ എന്നുള്ളത്. സുരേന്ദ്രൻ അത് ഏറ്റെടുത്തു എന്നാണ് അറിയുന്നത്. പക്ഷെ സുരേന്ദ്രൻ അങ്ങനെ ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റെടുത്തു അങ്ങനെ അങ്ങ് തീർച്ചപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അല്ല, സന്ദീപ് വാര്യർക്ക് തന്നെ തൃശ്ശൂർ സീറ്റ് കോൺഗ്രസ് കൊടുക്കുമോ ഉറപ്പില്ല. പിന്നെ എങ്ങനെയാണ്? കാരണം കോൺഗ്രസ് ആണ് അത്. അങ്ങനെ ഇപ്പൊ BJPയിലാണെങ്കിലും അതങ്ങനെ ഒരാൾക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല.
അപ്പൊ സുരേഷ് ഗോപി അങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. സുരേഷ് ഗോപിക്ക് കേന്ദ്ര നേതൃത്വവുമായിട്ടുള്ള വലിയ നേരിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ. അല്ലാതെ സുരേന്ദ്രൻ പറയുകയാണ് ഞാൻ സന്ദീപ് വാര്യരുടെ വെല്ലുവിളി ഏറ്റെടുത്തു, തൃശ്ശൂരിൽ മത്സരിക്കും, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് പാർട്ടി ആലോചിച്ചേ തീരുമാനിക്കാൻ പറ്റും. പിന്നെ വേറെ കാര്യം നമ്മൾ മുരളീധരനെ കുറിച്ച് പറയാൻ വിട്ടുപോയത്, മുരളീധരൻ ഗുരുവായൂർ മണ്ഡലവും നോട്ടമിടുന്നുണ്ട്. ഗുരുവായൂർ മണ്ഡലം നമ്മൾ മുമ്പൊരിക്കൽ ചർച്ച ചെയ്തതാണ്. ബി ജെ പിക്ക് അവിടെ രണ്ടാം സ്ഥാനമാണ്. അവിടെ ഗുരുവായൂർ നമുക്കറിയാം മുസ്ലിം വിഭാഗത്തിന്റെ, മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശം. അവിടെ പിന്നെ ഹിന്ദുക്കളായിട്ടുള്ളതെന്ന് പറയുന്നത് ഗുരുവായൂരപ്പം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം മുസ്ലിങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മുരളീധരന് പാരവെപ്പ് ഉണ്ടാകില്ല എന്നുള്ള ഒരു കണക്കൂട്ടലുണ്ട്. അതുകൊണ്ടാണ് ആയിരിക്കാം അവിടെ നോട്ടമിടുന്നത്. പിന്നീട് അതുപോലെ അപ്പൊ ബേപ്പൂര് വരുന്നുണ്ട്. ബേപ്പൂര് മന്ത്രി റിയാസിനെ ഒരു കാരണവശാലും നിയമസഭ കാണിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ പഴയ കോലിബി സഖ്യത്തിന്റെ മണ്ഡലം കൂടിയാണ് ബേപ്പൂര്. പിന്നീട് വരുന്നത് ശക്തമായ ബി ജെ പി നിലപാടെടുക്കുന്ന ബി ജെ പിക്കെതിരെ നിലപാടെടുക്കുന്ന പിന്നെ വലിയ സൈദ്ധാന്തികനായിട്ടുള്ള CPM-ലെ രാജീവ്, ബി ജെ പിക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരാളാണ്. അപ്പൊ രാജീവനെതിരെയും ഇതുപോലെ ഇത്തരത്തിലുള്ള പിന്നെ സ്ഥാനാർത്ഥി നിർണയമായിരിക്കും. രണ്ടാം മുണ്ടശ്ശേരിയുടെ ശിഷ്യനും കൂടിയാണ്. അതെ അതെ അതെ, കറക്റ്റാണ്. ഇവരുടെ രണ്ടും സൈദ്ധാന്തികമായിട്ട് കമ്മ്യൂണിസത്തെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ഒക്കെ അറിവുള്ള ആളാണ്. രണ്ടുപേരുടെയും ഭാഷ സമാനമാണ്. അതെ, ജനങ്ങൾക്ക് മനസ്സിലാവില്ല എന്നേ ഉള്ളൂ. അതെ. പിന്നീട് വരുന്നത് RSSന്റെ പ്രധാന ശത്രുവായിട്ടുള്ള പറവൂർ, എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ നിന്നുള്ള MLA പ്രതിപക്ഷ നേതാവ്, ഭാവി മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? അത് അവിടെ വെള്ളാപ്പള്ളി തന്നെ ഇറങ്ങിയിരിക്കുന്ന ആളാണ്. അതെ, വെള്ളാപ്പള്ളിയുടെ പിന്തുണ BJPക്ക് കിട്ടുമെന്ന് തോന്നുന്ന സതീഷിനെ പരാജയപ്പെടുത്തുന്നതിൽ, അല്ലെ? അപ്പം സതീഷിനെയും എന്ത് വന്നാലും നിയമസഭയിൽ എത്തിക്കില്ല എന്നുള്ള രീതിയിൽ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. പറവൂരും BJPക്ക് നല്ല വോട്ട് വിഹിതം ഉണ്ടാക്കിയിട്ടുള്ള മണ്ഡലമാണ്. 30,000 വോട്ട് അവിടെ ഉണ്ട്. CPI ആണ് LDF കൊടുത്തിരിക്കുന്നത്. പക്ഷെ CPM അത് ഇത്തവണ ഏറ്റെടുക്കും എന്ന് കേൾക്കുന്നുണ്ട്. കാരണം CPM-നും സതീഷിനെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹം. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ തലങ്ങും വിലങ്ങും ആക്രമിക്കുന്ന ആളാണ്. അതെ. പിന്നീട് വരുന്നത് അമ്പലപ്പുഴയിലാണ്. അമ്പലപ്പുഴയിലെ സലാമിന് അവിടുത്തെ നമുക്കറിയാം തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ പിന്തുണയുണ്ട്. രഞ്ജിത്ത് ശ്രീനിവാസന്റെ മരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഏറെക്കുറെ വ്യക്തമാണ് താനും. അതുമല്ല, പിന്നെ സുധാകരൻ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെ? ഇത്തരത്തിലുള്ള ജി സുധാകരൻ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ ഒക്കെ പിന്തുണ സലാമിന് ഉണ്ടെന്നുള്ളത്. പിന്നീട് ഹരിപ്പാടും പറയുന്നുണ്ട്. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയെയും. പക്ഷേ എനിക്കൊന്നും ചെന്നിത്തലയൊക്കെ അക്കാര്യത്തിനകത്ത് ലാസ്റ്റിൽ വരുന്ന, ചെന്നിത്തലയെ ഒന്നും അങ്ങനെ പിടിക്കാൻ സാധ്യതയില്ല. പക്ഷെ അതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു VT ബൽറാം RSSനെയും BJPയൊക്കെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരാളാണ്. തൃത്താല മണ്ഡലം. അപ്പൊ VT ബൽറാമിന് അവിടെ കഴിഞ്ഞ തവണ CPM-ഉം BJPയും കോൺഗ്രസും MP രാജേഷാണ് അവിടെ നിന്ന് ജയിച്ചത്. പിന്നെ BJPക്ക് വേണ്ടി അന്ന് മത്സരിച്ചത് എനിക്ക് തോന്നുന്നു ശങ്കുറ്റി ദാസോ സന്ദീപ് വാര്യരോ ആണെന്ന് തോന്നുന്നു. രണ്ടുപേരിൽ സന്ദീപ് വാര്യരാണ് ആയിരിക്കണം. അപ്പോ അവിടെ ഈ പറഞ്ഞ പോലെ BJPയുടെ വോട്ടുകളൊക്കെ കൃത്യമായിട്ട് പിടിക്കുകയും CPM-ന് കിട്ടേണ്ട വോട്ടുകൾ പിടിക്കുകയും ചെയ്തപ്പോൾ VT ബൽറാം അവിടെ തോറ്റു. മറ്റ് VT ബൽറാമിന് കുറച്ചൊക്കെ ഈ വോട്ടുകൾ പറഞ്ഞ പോലെ പിന്നെ അവിടുത്തെ മുസ്ലിം വോട്ടും കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ BJPയോട് അനുഭാവമുള്ള ഹിന്ദു വോട്ടുകളും കിട്ടുമായിരുന്നു. അത് ഇത്തവണ കൃത്യമായിട്ടും BJPയുടെ വോട്ടുകൾ പിടിച്ചു. മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിനെ വിട്ടിട്ട് ഇതിലേക്ക് പോയി, നമ്മുടെ MP രാജേഷിന്റെ ഇതിലേക്ക് പോയി. അങ്ങനെയാണ് MP രാജേഷ് അവിടെ ജയിച്ചത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. VT ബൽറാം തന്നെയാണ് 2026 മത്സരിക്കുക എന്ന് അനൗദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടുള്ള കാര്യമാണത്. അപ്പൊ എന്തായാലും ഇത്രയും മണ്ഡലങ്ങളിലാണ് BJP ഒരു ഹിറ്റ് ലിസ്റ്റ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും K മുരളീധരനെയും സന്ദീപ് വാര്യരെയുമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്.
പിന്നെ ചിലരുടെ കാര്യങ്ങളിലൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ, അതായത് പിണറായി വിജയനോ അതൊക്കെ ഈ മാധ്യമ റിപ്പോർട്ടിങ്ങിനിടയ്ക്ക് തിരികെ കയറ്റുന്ന ചില സാധനങ്ങളാണ്. പിണറായിക്കെതിരെയും ചെന്നിത്തലയ്ക്കെതിരെയുള്ള ഒന്നും അതൊന്നും അതെങ്ങനെയോ ഈ BJP-യിൽ നിന്ന് ചോർന്ന് ഈ വാർത്ത പുറത്തു വന്നപ്പോ അത് ഈ BJP-യിൽ ആരാണോ ഇതൊക്കെ ചോർത്തി കൊടുക്കുന്നത് അവർക്ക് പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ഉടായ്പ് കോൺട്രിബ്യൂഷൻ അതൊക്കെ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.